സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സത്യം പറഞ്ഞാൽ ഈ ചിരിച്ചോണ്ട് ഈ ഇൻട്രോ എടുക്കാൻ പറ്റ പാട് എനിക്കേ അറിയത്തുള്ളൂ. കാരണം നമ്മളൊക്കെ രേണുസുതി ബിഗ് ബോസിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മൾ രക്ഷപ്പെട്ട്, രേണുസുതിയുടെ കയ്യിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടെന്നാ. പക്ഷെ രേണുസുതി എന്നെ വിടാതെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്നെ വേട്ടയാടുന്നു രേണുസുതി. കാരണം ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ മൊത്തം രേണുസുതിയുടെ റീൽസ്. എവിടെ നോക്കിയാലും രേണുസുതി 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 ഈ ഒരു പേര് മാത്രമേ ഇപ്പം കേൾക്കാനുള്ളൂ. ഇതൊന്നും സഹിക്കാൻ പറ്റാതെ ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ, അതായത് എൻ്റെ ഫോളോവേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു രേണുസുതിക്കുള്ള അടുത്ത പാട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇറക്കട്ടെ എന്ന്. അങ്ങനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ രേണുസുതിക്കുള്ള കൊടുക്കാനാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇന്ന് രേണുസുതിയെ നമ്മളിന്ന് പിഴിഞ്ഞെടുക്കും. രേണുസുതിയെ മാത്രമായിരിക്കത്തില്ല നമ്മൾ ഈ വീഡിയോ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ബിഗ് ബോസ് സംബന്ധിച്ച് കുറേ സംഭവങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുക, എല്ലാവരും ലൈക്ക് ചെയ്തേക്കണം, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലും എവിടെ ചെയ്ത് വെച്ചേക്കണം. വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ആദ്യം എന്തുവാ എന്താ പൊന്നേ, അല്ല ആ കാവ്യഭംഗി നിറഞ്ഞ ആ റീൽസിന്റെ പാട്ടൊന്നുകൂടെ ഞാൻ കേക്കട്ടെ. എന്റെ പൊന്ന് രേണു ചേച്ചി, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആ കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ട് ക്യാമറ നോക്കല്ലെന്ന്. ഇല്ലെങ്കിൽ ഈ തെറ്റിദ്ധാരണ ചേച്ചിക്ക് സംഭവിക്കത്തില്ലായിരുന്നു. ഒരു കൂളിംഗ് ഗ്ലാസ് എടുത്ത് കണ്ണി വെച്ചിട്ട് ഒരു ഫിൽറ്ററും കൂടെ ഓണാക്കിയിട്ട് ക്യാമറ നോക്കും. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ചുമ്മാതെ എല്ലാവർക്കും അവരവരായിട്ടുള്ള സൗന്ദര്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ ഒന്നും കളിയാക്കുന്നില്ല. അടുത്ത റീൽസ് കാണാം. നമസ്കാരം, ഞാൻ രേണുസുതിയാണ്. അപ്പം ഞാനും എത്തുന്നു നമ്മുടെ കൂത്തുപറമ്പ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയിൽ ഞാനും എത്തുന്നു സെപ്റ്റംബർ 16-ാം തീയതി രാത്രി 7 മണിക്ക്. അപ്പൊ നിങ്ങളും ഉണ്ടാവും. കൂടെ താൾ ബോയ്സിന്റെ കിടിലൻ സംഗീതം വരുന്നു. അപ്പം അവിടെ വെച്ച് കാണാം. ഓ, അപ്പൊ ആ ഭാഗത്തോട്ട് ഇനി ആള് കയറത്തില്ലെന്നുള്ളത് ഉറപ്പായി. അല്ലല്ല, എന്തായാലും ഫേസ്ബുക്ക് അമ്മച്ചിമാര്, ഫേസ്ബുക്ക് അപ്പച്ചന്മാര്, പിന്നെ പ്രതീക്ഷേട്ടനും ദാസേട്ടനും പാലസജിയും ഒക്കെ ഫ്രണ്ടിൽ തന്നെ കാണും. അതുകൊണ്ട് ചേച്ചിക്ക് അതൊരു സപ്പോർട്ടായിട്ട് അവിടെ നിൽക്കും. എന്തായാലും ചേച്ചി ബിഗ് ബോസിലും കൂടെ പോയിട്ട് വന്നോണ്ട് കുറെ ആരാധകരെയും കൂടെ കിട്ടിക്കാണുമല്ലോ. പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? എന്തായാലും രേണു ചേച്ചിയെ പറ്റി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നോണ്ടിരിക്കുന്ന വാർത്ത എന്ന് പറയുമ്പോൾ രേണു ചേച്ചി പുറത്തുള്ള ഫെയിം പോകുമെന്നും പറഞ്ഞ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതാണ്. പിന്നെ എന്തോത്തിനാണ് അവിടെ തള്ളിപ്പിടിച്ച് കയറിപ്പോയെ. രേണു ചേച്ചിയുടെ അതിനകത്ത് നിപ്പൊക്കെ കാണുമ്പോൾ രേണു ചേച്ചിയുടെ കണ്ണും കൈയും കാലും ഒക്കെ കെട്ടിക്കൊണ്ട് ബിഗ് ബോസിൽ കൊണ്ടിട്ടിട്ട് അടച്ചിട്ടേക്കുക എന്നുള്ള രീതിയെ. ഓസിനൊന്നുമില്ലല്ലോ, കാശ് എണ്ണി കൊടുത്തിട്ടില്ലയോ. എന്തായാലും അവരുടെ മാനസികാവസ്ഥ അവർക്കേ അറിയത്തുള്ളൂ. എന്തോ സംഭവം ഒന്നും നമുക്കറിയാൻ വയ്യ. ചിലപ്പോൾ ബിഗ് ബോസിൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ പൈസ വെളിയിൽ നിൽക്കുമ്പോൾ കിട്ടുന്നുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ബിഗ് ബോസിൽ നിന്ന് ചേച്ചി ഇറങ്ങി വന്നത്. അതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അടുത്ത റീൽസ് കാണാം. ഏതാണ്ട് അലിഞ്ചോസും അച്ഛനും എല്ലാത്തിലും ഇപ്പൊ ഇവരേ ഉള്ളൂ. ഇവന്റെ അത്ര പ്രസക്തി ആർജിച്ച വ്യക്തി ആരും ഇല്ലെന്നാണ് എനിക്ക് തോന്നണത്. കാരണം ഇവനല്ലേ അതിൽ ഈ ഏറ്റവും പ്രസക്തൻ. അപ്പൊ ഇവനെ എടുക്കേണ്ടത്. പിന്നീട് മറ്റേവരൊക്കെ എടുത്തത് എന്തുകൊണ്ടാണെന്നുള്ള അറിയാൻ പാടില്ല. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം ഇവൻ വളരെ ഫേമസാണ്. ഇപ്പൊ ഈ നമ്മുടെ കേരളത്തിൽ തന്നെ മൊബൈൽ, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാത്ത ആൾക്കാർ തന്നെ ഇല്ല, ചുരുക്കുക. ഈ എല്ലാ ആൾക്കാരും ഇവനെ കണ്ടിട്ടിരിക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവനെ എടുക്കേണ്ടത്. എന്റെ പൊന്ന് അലിഞ്ചോസണ്ണൻ വെറും കണ്ടസ്റ്റന്റ് ആയിട്ട് പോവാനാ ബിഗ് ബോസി. ഞങ്ങൾ ഫാൻസുകാരെ എന്നെ സമ്മതിക്കത്തില്ല. ലാലേട്ടന് ഒരു വേക്കൻസി വരുന്നുണ്ട് അടുത്ത സീസണിൽ. അതിൽ പോയാൽ മതി. ലാലേട്ടന് പകരമായിട്ട് പോയാൽ മതി അലിഞ്ചോസണ്ണൻ. അല്ലാതെ കണ്ടസ്റ്റന്റ് ആയിട്ട് ബിഗ് ബോസിലോട്ട് പോവാൻ ഫാൻസുകാർ സമ്മതിക്കത്തില്ല. എന്തുവാണ് ഈ കിടന്ന് പറയുന്നത്? എന്റെ പൊന്ന് അലിഞ്ചോസിന്റെ അച്ഛൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്നേ ഉള്ളൂ. കാരണം ഈ പുള്ളിക്കാരനെ ഇങ്ങനെയുള്ള പൊക്കി അങ്ങ് ഏറി കയറ്റില്ല കേട്ടോ. ഈ പുള്ളിക്കാരനെ അത് സീരിയസ് ആയിട്ട് എടുത്ത് വല്ലയിടത്തും ഒക്കെ കയറിപ്പോയി കിടന്ന് ഡയലോഗ് കൂടാൻ തുടങ്ങും. എന്തായാലും സത്യം, പുള്ളിക്കാരനേക്കാൾ പ്രശസ്തരായിട്ടുള്ള ആരും ബിഗ് ബോസിൽ ഇല്ല. ബിഗ് ബോസിൽ വന്നിട്ടുള്ളവരൊക്കെ സ്വന്തം കഴിവുകൊണ്ട് ബിഗ് ബോസിൽ കയറി വരാം. പക്ഷെ പുള്ളിക്കാരന് മണ്ടത്തരവും വിവരക്കേടും തല്ലുകൊള്ളത്തരവും മാത്രം കാണിച്ചു വൈറലായ പുള്ളിക്കാരന്. എന്തായാലും അലിഞ്ചോസിനെ വല്ല അലിഞ്ചോസ് മാത്രം. ഇപ്പൊ അലിഞ്ചോസിന്റെ കൂടെ അച്ഛനും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. രണ്ടുപേരും കൂടെ ഒരുമിച്ച് കയറ്റി വിടും ബിഗ് ബോസിലോട്ട്. ഞങ്ങൾ കുറച്ച് രക്ഷപ്പെട്ടനെ. എന്തായാലും അതൊക്കെ പോട്ടെ. അടുത്തതായിട്ട് ബിഗ് ബോസിൽ നിന്ന് വരുന്ന പ്രധാനമായിട്ടുള്ള സംഭവം എന്ന് പറയുമ്പോൾ മസ്താനി പുറത്തായിരിക്കുന്ന സുഹൃത്തുക്കളെ. എന്തായാലും വീഡിയോ കാണാം, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. കാണാൻ എനിക്ക് ഭാഗ്യം തന്ന പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി. Mastani, you are evicted. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇവ ഈ കാണിച്ചൊക്കെ അപ്പാനി ശരത്തിന് വേണ്ടിയാന്ന്? ഒരിക്കലും ഇല്ല. ഇവന് ഈ കാണിച്ചൊക്കെ അപ്പാനി ശരത്തിന്റെ സപ്പോർട്ടേഴ്സിന്റെ വോട്ടും കൂടെ പിടിക്കാനുള്ളൊരു മൈൻഡ് ആയിരുന്നു. എന്തായാലും എന്റെ അഭിപ്രായം ഞാൻ പറയും. നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് വെച്ചാൽ കമന്റ് ചെയ്ത് നമുക്ക് നോക്കാം എന്ത് സംഭവം എന്ന്.
എന്തായാലും മസ്താനി എവിക്റ്റായി പോയിരിക്കുന്നു. മസ്താനി ഏകദേശം ബിഗ് ബോസ് കയറിയിട്ട് 2 ആഴ്ചകളെ ആയിട്ടുള്ളൂ. 2 ആഴ്ച കൊണ്ട് മസ്താനി പുറത്തായിരിക്കുന്നു. കാരണം 2 ആഴ്ച കൊണ്ട് മസ്താനി ഏറ്റുവാങ്ങിയ വെറുപ്പീര് ചെറുതൊന്നുമല്ല. കാരണം ചെന്ന ദിവസം തന്നെ വെളിയിൽ നടന്ന സംഭവം എല്ലാം എടുത്ത് അകത്തോട്ടിടും. ചിലപ്പോൾ അത് അവരുടെ ഗെയിം ആയിരിക്കും. കാരണം വെളിയിലെ കാര്യമൊക്കെ പറഞ്ഞ് അതും ഇല്ലാത്ത കാര്യങ്ങളും കൂടെ പറയുമ്പോഴേക്കും ആൾക്കാരൊക്കെ തളരുമല്ലോ. പിന്നെ ഗെയിം ഇച്ചിരി ഡൗൺ ആക്കുമ്പോൾ പുള്ളിക്കാരിക്ക് അങ്ങ് കയറാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് വെറുപ്പായിട്ട് വെളിയിലോട്ടൊക്കെ പോയാൽ അങ്ങനെ പുള്ളിക്കാരി പുറത്തായിരിക്കുന്നു. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ പുള്ളിക്കാരൻ ഹാപ്പി ആയിട്ട് വാവ്. എന്തായാലും പുള്ളിക്കാരന്റെ ആ ചിരി കാണുമ്പോൾ ടൈറ്റിൽ വിന്നറായിട്ട് വരുന്നതിന്റെ ഒരു എക്സ്പ്രഷനാണ് മുഖത്തുള്ളത്. എന്തായാലും ബിഗ് ബോസിൽ നിന്ന് പോയ 2 ആഴ്ചക്കുള്ളിൽ വെച്ച് പുറത്ത് വന്ന അടുത്ത വൈൽഡ് കാർഡ് എൻട്രി ആയിരുന്നു നമ്മുടെ പ്രവീൺ. ഈ പുള്ളിക്കാരൻ പോയത് നമുക്ക് അതിശയിക്കൊന്നുമില്ല. കാരണം എല്ലാ ആഴ്ചയും പുള്ളിക്കാരൻ ഇതേ ഒരു ഗെയിം പ്ലേ തന്നെ. കാരണം പുള്ളിക്കാരനാണെങ്കിൽ രാവിലത്തെ ആ മോർണിംഗിൻ്റെ ആ ഒരു പാട്ടിടുമ്പോഴുള്ള ഡാൻസ് ഉണ്ടല്ലോ, ആ ഒരു ഇതിനകത്ത് മാത്രം പുള്ളിക്കാരനെ കാണാം. പിന്നെ കാണാൻ ഒക്കുന്നത് ശനിയാഴ്ച ഞായറാഴ്ച ലാലേട്ടൻ വന്ന പേര് വിളിക്കുമ്പോഴാണ്. അല്ലാതെ പുള്ളിക്കാരനെ ബിഗ് ബോസിൽ കാണാൻ ഒക്കത്തില്ല. കറക്റ്റ് രേണുസുധിയുടെ ഗെയിം പ്ലേ ആയിരുന്നു. എന്തായാലും ബിഗ് ബോസ് ഇനി ഇത്രയും കണ്ടസ്റ്റന്റ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് അല്ലാതെ നിൽക്കുന്നത് സാബുമാനാണ്. പുള്ളിക്കാരൻ്റെ അവസ്ഥ എന്താവുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നത്. എന്തായാലും നമ്മൾ വീഡിയോ ഇട്ടിട്ട് 3-4 ദിവസമായി. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ സ്റ്റാർട്ടിങ് കിട്ടാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ഇട്ട്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു. കാരണം നമ്മൾ 3-4 ദിവസത്തിന് ശേഷം 3-4 ദിവസം കഴിഞ്ഞ് 3-4 ദിവസത്തിന് ശേഷം പെട്ടെന്ന് ഒരു സ്റ്റാർട്ടിങ് കിട്ടാൻ വേണ്ടി ചെറുതായിട്ട് ഇട്ടുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ലെങ്ത് ഇല്ലെന്ന് അറിയാം. എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലും എന്നെ വിളിച്ച് വെച്ചാൽ നമ്മൾ കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ലൈക്കും ചെയ്തേക്കണം, വീഡിയോയുടെ അഭിപ്രായം കമൻറ്റും ചെയ്തേക്കണം. അപ്പം ബൈ ഗൈസ്, അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.